അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിലുള്ള ചെറിയൊരു വില്ലേജാണ് ഡെൽറ്റ. 2020 കണക്കുകൾ പ്രകാരം 3316 പേർ മാത്രം താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ 2016 ഒരു കൊലപാതകം നടന്നു. 2016 ജൂലൈ 19 ബോയ് ഫ്രണ്ട് ജോഷിനെ കാണാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു സിയേറ ജഗിൻ എന്ന 20 വയസ്സുകാരി. അന്ന് രാത്രി 10 മണിയോടെ ജോഷ് സിയേറയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് അവളെക്കുറിച്ച് അന്വേഷിച്ചു. 6 മണിക്ക് തന്നെ സിയേറ എന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്, വീടെത്തിയിട്ട് മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. മെസ്സേജ് കാണാത്തതുകൊണ്ടും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടുമാണ് അമ്മയെ വിളിച്ചത് എന്നായിരുന്നു ജോഷ് പറഞ്ഞത്. ജോഷിന്റെ വീട്ടിൽ നിന്നും സിയേറയുടെ വീട്ടിലേക്ക് 1 മണിക്കൂറിനുള്ളിൽ എത്താമെന്നിരിക്കെ രാത്രി 10 മണി കഴിഞ്ഞിട്ടും അവൾ എത്തിയിട്ടില്ല. ഇതോടെയാണ് സിയേറയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് അവളുടെ അമ്മയ്ക്ക് സംശയം തോന്നിയത്. ഫ്രണ്ട്സിന്റെയും ഫാമിലി മെമ്പേഴ്സിന്റെയൊന്നും വീടുകളിലേക്ക് അവൾ പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സിയേറയുടെ അമ്മ പോലീസിൽ പരാതി കൊടുത്തു. അന്ന് രാത്രി എന്താണ് സിയേറയ്ക്ക് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഫെബ്രുവരി 11 ഒഹായോ സ്റ്റേറ്റിലുള്ള സിൽവേനിയ എന്ന സിറ്റിയിൽ ടോം ജഗിന്റെയും ഷീലയുടെയും ഏക മകളായിട്ടായിരുന്നു സിയേറ ജനിച്ചത്. പിന്നീട് അവർ ഡെൽറ്റയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. എവർഗ്രീൻ ഹൈസ്കൂളിൽ നിന്നും 2014 പഠനം പൂർത്തിയാക്കിയ സിയേറ ഹയർ സ്റ്റഡീസിനായി യൂണിവേഴ്സിറ്റി ഓഫ് ടൊലേഡോയിൽ ജോയിൻ ചെയ്തു. ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരിയാവണമെന്നതായിരുന്നു സിയേറയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനു വേണ്ടി ബിസിനസ് സ്റ്റഡീസിൽ അവൾ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തു. പഠനത്തോടൊപ്പം ആരോഗ്യവും നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്ന സിയേറ അടുത്തിടെയാണ് ഒരു സൈക്കിൾ വാങ്ങിയത്. എന്നാൽ പഠനത്തിന്റെ തിരക്കിനിടയിൽ അവൾക്കധികം റൈഡ് പോവാൻ കഴിഞ്ഞിരുന്നില്ല. കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ചെറിയ ചെറിയ റൈഡുകൾ പോവാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ 2016 ജൂലൈ 19 അവൾക്ക് ഒരു ഒഴിവ് ദിവസം കിട്ടിയത്. അന്നവൾ ബോയ് ഫ്രണ്ട് ജോഷിനെ കാണാൻ പോവാമെന്നും വാക്കുകൊടുത്തിരുന്നു. ഇതോടെയാണ് എന്തുകൊണ്ട് ജോഷിന്റെ വീട്ടിലേക്ക് സൈക്കിളിൽ പോയിക്കൂടാ എന്ന് അവൾ ചിന്തിച്ചത്. മെറ്റമോറയിലാണ് ജോഷിന്റെ വീട്. ഡെൽറ്റയിൽ നിന്നും മെറ്റമോറയിലേക്ക് 22 കിലോമീറ്റർ ദൂരമുണ്ട്. സൈക്കിളിൽ പോവുകയാണെങ്കിൽ 1 മണിക്കൂറിലധികം സമയമെടുക്കും. മെറ്റമോറയിൽ തന്നെയാണ് സിയേറയുടെ ഗ്രാൻഡ് പാരന്റ്സും താമസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒഴിവു ദിവസത്തിൽ എല്ലാവരെയും കണ്ടതുപോലെയുമാവും ഒരു ലോങ് റൈഡ് നടത്താനും കഴിയും. ഇതോടെ ജൂലൈ 19 ഉച്ചയോടെ സിയേറ സൈക്കിളുമെടുത്ത് വീട്ടിൽ നിന്നുമിറങ്ങി. ജോഷിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നാണ് അവൾ അമ്മയോട് പറഞ്ഞത്. അമ്മയും അവളെ സന്തോഷത്തോടെ യാത്രയാക്കി. എന്നാൽ ജോഷിന്റെ വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചിലവഴിച്ചതിനാൽ ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ പോവാതെ സിയേറ വീട്ടിലേക്ക് തിരിച്ചു. 6 മണിക്കാണ് സിയേറ ജോഷിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ജോഷും അവന്റെ ബൈക്കെടുത്ത് അവളെ ഫോളോ ചെയ്തു. ഇതിനിടയിൽ ജോഷ് അവന്റെ ക്യാമറയിൽ ചില ഫോട്ടോകളും വീഡിയോകളുമെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. 6:45 വരെ ജോഷ് സിയേറയെ ഫോളോ ചെയ്തു. അതിനുശേഷം സിയേറയുടെ വീടെത്താൻ ഏതാനും കിലോമീറ്ററുകൾക്ക് മുൻപ് ജോഷ് അവളോട് യാത്ര പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. വീടെത്തിയിട്ട് മെസ്സേജ് അയക്കാമെന്നും ഫ്രീ ആവുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞാണ് സിയേറ ജോഷിനെ യാത്രയാക്കിയത്. എന്നാൽ രാത്രി 10 മണി കഴിഞ്ഞിട്ടും സിയേറ ജോഷിന് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തില്ല. അവളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നുമില്ല. ഇതോടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാത്രി 10:15 സിയേറയുടെ അമ്മയുടെ മൊബൈലിലേക്ക് ജോഷിന്റെ കോൾ വന്നതും സിയേറ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞതും. ഉടനെ തന്നെ സിയേറയുടെ പാരന്റ്സ് പോലീസിൽ പരാതി കൊടുത്തു. മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സ്ഥലത്തെത്തുകയും സിയേറയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. മെറ്റമോറയിൽ നിന്നും ഡെൽറ്റയിലുള്ള വീട്ടിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യവെയാണ് സിയേറ മിസ്സിംഗ് ആയിരിക്കുന്നത്. കിലോമീറ്ററുകളോളം വിളങ്ങി നിൽക്കുന്ന ചോളപ്പാടങ്ങളായിരുന്നു ആ റോഡിനിരുവശവും. വീടുകളോ സ്ഥാപനങ്ങളോ ഇല്ലാത്ത ഒറ്റപ്പെട്ടു കിടക്കുന്ന റോഡാണ് ഭൂരിഭാഗവും. അതിനാലും കൂടിയാണ് ജോഷ് സിയേറയെ തനിച്ചു വിടാതെ വളരെ ദൂരം ഫോളോ ചെയ്തു വന്നത്. ഒരുപക്ഷെ ജോഷ് പോയതിനു ശേഷം സിയേറയ്ക്ക് ആക്സിഡന്റ് വല്ലതും സംഭവിച്ചിരിക്കുമോ എന്നുള്ള ചിന്തയിൽ പോലീസ് റോഡിനിരുവശവുമുള്ള ചോളപ്പാടങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടു പോയത്. രാത്രിയായതുകൊണ്ട് തന്നെ തിരച്ചിലിന്റെ വേഗത കുറവായിരുന്നു. പോലീസ് സിയേറയുടെ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ തന്നെ ആദ്യ തെളിവുകൾ ലഭിച്ചു. റോഡിൽ നിന്നും ചോളപ്പാടത്തിനകത്തേക്ക് വീണുകിടക്കുന്ന അവസ്ഥയിൽ സിയേറയുടെ സൈക്കിളാണ് ആദ്യം കണ്ടെത്തിയത്. ഉടനെ തന്നെ പോലീസുകാർ ആ സ്ഥലം മുഴുവൻ വിശദമായി പരിശോധിച്ചു. ഇതോടെ അവിടെ നിന്നും ധാരാളം തെളിവുകൾ ലഭിച്ചു. സൈക്കിളിനടുത്തായി ഒരു ബോക്സ് ചോക്ലേറ്റ്സ്, ചോരപുരണ്ട സോക്സ്, സൺഗ്ലാസുകൾ, ഒരു സ്ക്രൂ ഡ്രൈവർ തുടങ്ങിയ സാധനങ്ങളാണ് ലഭിച്ചത്. അതുപോലെ ആ ചോളപ്പാടത്തിലെ ധാരാളം ചെടികൾ ഒടുങ്ങിക്കിടക്കുന്നു.
ഒരടിപിടി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിലത്ത് ചോരയുടെ പാടുകളുണ്ട്. ഇതോടെ സിയറയ്ക്ക് ആക്സിഡന്റ് പറ്റിയതല്ല എന്നും അവളെ ആരോ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്നും പോലീസുകാർക്ക് മനസ്സിലായി. ഇതേസമയം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പരുക്കുപറ്റി അൺകോൺഷ്യസ് ആയ നിലയിൽ ഒരു പെൺകുട്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ നിന്നും എടുത്തു ചാടിയതിനെ തുടർന്നാണ് അവൾക്ക് പരുക്ക് പറ്റിയത് എന്നും ഹോസ്പിറ്റലിൽ നിന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചു. പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി പറഞ്ഞതോടെ സിയറയുടെ പാരന്റ്സുമായി പോലീസ് ഹോസ്പിറ്റലിലെത്തി. നിർഭാഗ്യവശാൽ ആ പെൺകുട്ടി സിയറയായിരുന്നില്ല. ഇതോടെ അവൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിച്ചു. പക്ഷേ എത്ര തന്നെ തിരഞ്ഞിട്ടും ആ രാത്രി സിയറയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം പോലീസ് സിയറയുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയുമെല്ലാം വിശദമായി ചോദ്യം ചെയ്തു. സിയറയും ജോഷും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നു പോലീസുകാരുടെ ചോദ്യം മുഴുവൻ. 7th ഗ്രേഡ് വരെ നല്ല സുഹൃത്തുക്കളായിരുന്ന സിയറയും ജോഷും ഹൈസ്കൂൾ പഠനകാലത്താണ് കൂടുതൽ അടുപ്പത്തിലായത്. രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പിന്നീട് ഇരുവരും ഇഷ്ടത്തിലായതിനെക്കുറിച്ചുമെല്ലാം നല്ലതുപോലെ അറിയാമായിരുന്നു. ഇരു ഫാമിലികളിൽ നിന്നും അവർക്ക് നല്ല സപ്പോർട്ടും ലഭിച്ചിരുന്നു. എന്നാൽ ഹൈസ്കൂൾ പഠനശേഷം ഇരുവർക്കുമിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. കാരണം സിയറയ്ക്ക് നല്ല രീതിയിൽ പഠിച്ച് സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്സുകാരിയാവണമെന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ ജോഷ് അവരുടെ വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വിവാഹം കഴിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്നും പഠനത്തിൽ മാത്രമേ താനിപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നും സിയറ ജോഷിനോട് പറഞ്ഞതോടെയാണ് ഇരുവർക്കുമിടയിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത്. എന്നാൽ സിയറയെ അപായപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. ഇതോടെ ജോഷിനെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. സിയറ ജോഷിന്റെ വീട്ടിൽ പോയ ദിവസം വിവാഹം കഴിക്കുന്നതിനെ ചൊല്ലി ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായിട്ടുണ്ടാവും. തിരിച്ചു വരുന്ന വഴി മുഴുവൻ ആ കാര്യം പറഞ്ഞായിരിക്കും ജോഷ് അവളെ ബൈക്കിൽ ഫോളോ ചെയ്തത്. അത് പിന്നീട് രൂക്ഷമായ വഴക്കിൽ അവസാനിച്ചിരിക്കണം. ഇതാണ് പോലീസുകാരുടെ ഒരു ഏകദേശ അനുമാനം. ആ സമയം തന്നെ അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഒരു മൊഴിയും പോലീസുകാർക്ക് ലഭിച്ചു. സിയറ മിസ്സിംഗ് ആയ ദിവസം ആ റോഡിലൂടെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകനുമായി ബൈക്കിൽ യാത്ര പോവുകയായിരുന്നു. പെട്ടെന്ന് റോഡ് സൈഡിലായി ഒരു ഹെൽമെറ്റ് കിടക്കുന്നത് കണ്ടു. ആ ഹെൽമെറ്റ് നിലത്ത് വീണതിനെ തുടർന്ന് കുറച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ അതിന് കാര്യമായ കേടുപാടുകളൊന്നും കാണുന്നില്ല. ഉടനെ തന്നെ ആ വ്യക്തി മകനോട് ബൈക്കിൽ നിന്നും ഇറങ്ങാനും ആ ഹെൽമെറ്റ് എടുക്കാനും ആവശ്യപ്പെട്ടു. അവർ ആ ഹെൽമെറ്റുമായി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ന്യൂസ് ചാനലുകളിൽ സിയറയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കണ്ടതോടെയാണ് അവളുടെ സൈക്കിൾ കണ്ടെത്തിയതിന് അടുത്തുനിന്നും തന്നെയാണ് ഹെൽമെറ്റും കിട്ടിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഉടനെ ആ വ്യക്തി ഹെൽമെറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നടന്ന കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുകയായിരുന്നു. അത്തരത്തിലൊരു ഹെൽമെറ്റ് ജോഷിനുണ്ട് എന്ന് സിയറയുടെ പാരന്റ്സ് പറഞ്ഞതോടെ ജോഷിന് മേലുള്ള പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു. പക്ഷേ സിയറയുടെ സൈക്കിൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ജോഷിനെതിരായ ഒരു തെളിവും കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ അവിടെ നിന്ന് ലഭിച്ച സൺഗ്ലാസുകളിലൊന്ന് ആണുങ്ങൾ ഉപയോഗിക്കുന്ന സൺഗ്ലാസ് ആണ്. അതിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമോ എന്നറിയാൻ ഫോറൻസിക് ടീം അവ പരിശോധിച്ചു വരികയാണ്. ഇതോടെ പോലീസ് ജോഷിനെ ചോദ്യം ചെയ്യാനായി അവന്റെ വീട്ടിലെത്തി. ആ സമയം അവന്റെ ബൈക്കിൽ ജോഷ് ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ റോഡ് സൈഡിൽ നിന്ന് ലഭിച്ച ഹെൽമെറ്റിനകത്ത് നിന്നും ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിരുന്നു. അതിൽ നിന്നും DNA കണ്ടെത്തിയ പോലീസ് ജോഷിന്റെ DNAയുമായി മാച്ച് ചെയ്ത് നോക്കിയെങ്കിലും അത് മാച്ചായില്ല. ഇതോടെ പോലീസ് ജോഷിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയും പ്രതിയെ പിടികൂടുന്നതിനായി മറ്റുള്ള സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്തു. സിയറയെ കടത്തിക്കൊണ്ടുപോയ വ്യക്തിയുടെ ഹെൽമെറ്റ് തന്നെയാണ് അത് എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ വന്നത് ബൈക്കിലായിരിക്കണം. എന്തായാലും ബൈക്കിൽ അവളെ കടത്തിക്കൊണ്ടുപോവാൻ അയാൾക്ക് കഴിയില്ല. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടും. അതുപോലെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്കായിരിക്കും അവളെ എത്തിച്ചിട്ടുണ്ടാവുക. അത് കണ്ടെത്തണം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ചോളപ്പാടങ്ങൾക്കിടയിൽ തെരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഒഹായോ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ക്ലീവ്ലാൻഡിലുള്ള FBI ബ്രാഞ്ച് അംഗങ്ങൾ, ലോക്കൽ വോളണ്ടിയർ ഓർഗനൈസേഷനിലെ അംഗങ്ങൾ എല്ലാവരും തിരച്ചിലിന് ലോക്കൽ പോലീസിനെ സഹായിച്ചു. ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനെ ഉൾപ്പെടെ എത്തിച്ച് തിരച്ചിൽ നടത്തി. ഒറ്റപ്പെട്ടു കിടക്കുന്ന ബിൽഡിങ്ങുകൾ, ഫാം ഹൗസുകൾ, നദികൾ, കുളങ്ങൾ തുടങ്ങി എല്ലാ സ്ഥലത്തും അരിച്ചുപെറുക്കി പരിശോധിച്ചിട്ടും കാര്യമായ ഒരു ലീഡും തുടക്കത്തിൽ ലഭിച്ചില്ല. എന്നാൽ സിയറ മിസ്സിംഗ് ആയി 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു ഫാം ലാൻഡ് കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ ശക്തമാക്കി. ജെയിംസ് വാർലി എന്നൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഫാം ലാൻഡ് ആയിരുന്നു അത്. പല ഭാഗങ്ങളിലായി ധാരാളം ബിൽഡിങ്ങുകളും അവിടെയുണ്ടായിരുന്നു. സിയറയുടെ സൈക്കിൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും അധികം ദൂരമൊന്നും ആ ഫാം ലാൻഡിലേക്കുണ്ടായിരുന്നില്ല.
അവൾക്കായുള്ള തിരച്ചിലിന്റെ തുടക്കത്തിൽ ആ ഫാംലാൻഡിലും പോലീസ് പരിശോധന നടത്തിയതാണെങ്കിലും അന്ന് യാതൊരു തെളിവും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ ഫാംലാൻഡിന്റെ ഉടമയായ ജെയിംസ് വാർലി അയാളുടെ ബൈക്കിന് ചില കേടുപാടുകൾ പറ്റിയതിനെ തുടർന്ന് അത് നേരെയാക്കാനായി അടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് ചെന്നതോടെയാണ് അയാൾ സസ്പെക്ട് ആയത്. റോഡിൽ നിന്ന് ലഭിച്ച ഹെൽമെറ്റിലായ ബ്ലഡും സ്ക്രാച്ച് മാർക്കുമെല്ലാം വെച്ച് നോക്കുമ്പോൾ ബൈക്ക് ഓടിച്ച വ്യക്തി, അതായത് സിയേറയുടെ കിഡ്നാപ്പറാണെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തി ബൈക്കിൽ നിന്നും വീണിട്ടുണ്ടാവുമെന്നുള്ളത് പോലീസുകാർ ഉറപ്പിച്ചിരുന്നു. ആ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കാനും സാധ്യതയുണ്ട്. കിഡ്നാപ്പർ സിയേറയുമായി അധികം ദൂരത്തേക്കൊന്നും പോവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ പ്രതി അപ്രദേശവാസിയായിരിക്കണം. ഇതോടെയാണ് ബൈക്ക് നേരെയാക്കാനായി ആരെങ്കിലും അടുത്തുള്ള വർക്ക്ഷോപ്പുകളിൽ പോയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചതും അങ്ങനെ ആരെങ്കിലും എത്തുകയാണെങ്കിൽ വിവരം നൽകണമെന്ന് നിർദ്ദേശിച്ചതും. ജെയിംസ് വാർലി ബൈക്ക് നേരെയാക്കാൻ ചെന്ന വിവരം പോലീസുകാർക്ക് ലഭിക്കുകയും അയാൾ ഒരു ഫാംലാൻഡ് ഉടമയാണെന്നുള്ള വിവരം അറിയുകയും ചെയ്തതോടെ തന്നെ ജെയിംസ് പോലീസിന്റെ പ്രൈം സസ്പെക്റ്റായി. ഉടനെ തന്നെ ജെയിംസ് വാർലിയെക്കുറിച്ച് പോലീസ് ഡീറ്റെയിൽ ആയ ഒരു അന്വേഷണം നടത്തി. അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിച്ചത്. ഇതോടെ നിർണായകമായ ചില ഇൻഫർമേഷൻസ് പോലീസുകാർക്ക് ലഭിച്ചു. 1990-ൽ, അതായത് 26 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കേസ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. 26 വയസ്സുള്ള റോബിൻ ഗാർഡ്നർ എന്ന പെൺകുട്ടിയായിരുന്നു അന്നത്തെ വിക്ടിം. അന്ന് റോബിൻ അവളുടെ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പിക്കപ്പ് ട്രക്ക് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. റോഡ് സൈഡിലുള്ള ഡിച്ചിലേക്കാണ് റോബിൻ തെറിച്ചു വീണത്. ഉടനെ തന്നെ ആ പിക്കപ്പ് ട്രക്ക് റോഡിന്റെ സൈഡിലാക്കി നിർത്തുകയും അതിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി റോബിന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. അബദ്ധത്തിൽ സംഭവിച്ചുപോയ ആക്സിഡന്റ് ആയിരിക്കുമെന്നും അയാൾ തന്നെ സഹായിക്കാനായാണ് വരുന്നത് എന്നുമായിരുന്നു റോബിൻ കരുതിയത്. എന്നാൽ ആ പിക്കപ്പ് ട്രക്കിൽ നിന്നും ഇറങ്ങി വന്നയാളുടെ കയ്യിൽ ഒരു ചുറ്റികയും ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ടായിരുന്നു. ആ ചുറ്റിക കൊണ്ട് അയാൾ വീണ്ടും റോബിനെ ആക്രമിച്ചു. അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ അവളുടെ വായിലേക്ക് കയറ്റിപ്പിടിച്ച് ട്രക്കിലേക്ക് കയറാൻ ആജ്ഞാപിച്ചു. ആ വാഹനത്തിനകത്തേക്ക് കയറിയ ഉടനെ തന്നെ അയാൾ റോബിന്റെ ഒരു കൈയിൽ വിലങ്ങിട്ട് ലോക്ക് ചെയ്തു. അടുത്ത കൈയിലും ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരു ബൈക്ക് അവിടെ വന്നു നിന്നു. ആ പെൺകുട്ടിയെ ഒരാൾ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ കാര്യമന്വേഷിക്കാനാണ് ആ വ്യക്തി അവിടെ ബൈക്ക് നിർത്തിയത്. പെട്ടെന്ന് തന്നെ കിഡ്നാപ്പറിന്റെ കയ്യിൽ നിന്നും കുതറി മാറിയ റോബിൻ ഓടി വന്ന് ആ ബൈക്കിന് പുറകിലിരുന്നു. അവരവിടെ നിന്നും വേഗത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. റോബിൻ ഗാർഡ്നർ നേരെ പോയത് പോലീസിൽ പരാതി കൊടുക്കാനായിരുന്നു. ആ ദിവസം തന്നെ ആ പിക്കപ്പ് ട്രക്കിൽ വന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 31 വയസ്സുകാരനായ ജെയിംസ് വാർലിയായിരുന്നു അത്. റോബിൻ ഗാർഡ്നറിനെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ച കേസിൽ ജെയിംസിനെ കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും ജയിലിലെ നല്ല നടപ്പ് കാരണം 3 വർഷത്തിനുള്ളിൽ അയാൾ ജയിൽ മോചിതനായി 3 വർഷത്തിനു ശേഷം 1996-ൽ ക്ലൗഡിയ ടിൻസ്ലി എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിൽ ജെയിംസ് വീണ്ടും സസ്പെക്റ്റായി. ക്ലൗഡിയ ടിൻസ്ലി മിസ്സിംഗ് ആയ ദിവസം ജെയിംസ് വാർലി അയാളുടെ പിക്കപ്പ് ട്രക്കിൽ അവൾക്കൊരു ലിഫ്റ്റ് കൊടുത്തിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അയാൾ സസ്പെക്റ്റായത്. എന്നാൽ അതിൽ കൂടുതലായി ഒന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ജെയിംസിനെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നും ക്ലൗഡിയ ടിൻസ്ലി എവിടെയാണെന്നോ അവൾക്ക് എന്തു സംഭവിച്ചു എന്നോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും 20 വർഷങ്ങൾക്ക് ശേഷമാണ് ജെയിംസ് വാർലി മറ്റൊരു കേസിൽ സസ്പെക്ട് ആയത്. അതാണ് 2016-ലെ സിയേറയുടെ മിസ്സിംഗ് കേസ്. ജെയിംസിന് പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ അയാളുടെ വീട്ടിലും ഫാംലാൻഡിലും പരിശോധന നടത്തുന്നതിനായി കോടതിയിൽ നിന്നും സെർച്ച് വാറണ്ട് സംഘടിപ്പിക്കാൻ പോലീസുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല. അതിൻ പ്രകാരം ജെയിംസ് വാർലിയുടെ ഉടമസ്ഥതയിലുള്ള ഫാംലാൻഡിലും അവിടെയുള്ള കെട്ടിടങ്ങളിലും പോലീസ് ഡീറ്റെയിൽ ആയ പരിശോധന നടത്തി. ഇതോടെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നത്. ആ ഫാംലാൻഡിലെ തകർന്നു കിടക്കുന്ന ഒരു ബിൽഡിംഗിൽ നിന്നും സിപ്പ് ടൈപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗ് പോലീസുകാർക്ക് ലഭിച്ചു. ചോര പുരണ്ട നിലയിലുള്ള പിങ്ക് കളർ പാൻറ്റീസ് ആയിരുന്നു ആ ബാഗിനകത്തുണ്ടായിരുന്നത്. ഇതോടെ ആ ബിൽഡിംഗിലെ എല്ലാ ഭാഗങ്ങളും പോലീസ് അരിച്ചു പെറുക്കി. ഒരു സ്ഥലത്ത് ഫ്ലോറിൽ പ്ലൈവുഡ് പതിച്ചിരിക്കുന്നത് പോലീസുകാരിൽ സംശയം വർദ്ധിപ്പിച്ചു. അവർ ആ പ്ലൈവുഡ് എടുത്തു മാറ്റിയപ്പോൾ അതിനടിയിലായി സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഫ്രീസർ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഫ്രീസർ തുറന്നയുടനെ ഒരു കെമിക്കലിന്റെ രൂക്ഷമായ ഗന്ധം വന്നു. ആ ഫ്രീസറിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പോലീസ് പുറത്തെടുത്തു. കാറ്റഴിച്ചുവിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു എയർ മാട്രസ്, ഡക്ക് ടേപ്പുകൾ, ഹാൻഡ് കഫ്സ്, പ്ലാസ്റ്റിക് ടൈസ്, അങ്ങനെയുള്ള ധാരാളം സാധനങ്ങളാണ് അതിനകത്ത് നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. ആ ഫ്രീസറിനകത്ത് നിന്നും ലഭിച്ച സാധനങ്ങൾ മുഴുവൻ പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജെയിംസ് വാർലിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു.
എന്നാൽ ചോദ്യം ചെയ്യലിനിടെ സിയറയെ ഞാൻ കണ്ടിട്ടില്ല എന്നും അവളുടെ ഡിസപ്പിയറൻസിന് പിന്നിൽ തനിക്കൊരു പങ്കുമില്ല എന്നെല്ലാമാണ് ജെയിംസ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ഫോറൻസിക് ടീം കേസിൽ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയതോടെ ജെയിംസിന്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. ജെയിംസിന്റെ ഉടമസ്ഥതയിലുള്ള ഫാംലാൻഡിൽ നിന്നും കണ്ടെത്തിയ എയർ മാട്രസ്, അണ്ടർ ഗാർമെന്റ്സ് തുടങ്ങിയവയിലായിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻസിൽ നിന്നും DNA കണ്ടെത്തി. അത് സിയറയുടെ DNAയുമായി മാച്ച് ആയതോടെയാണ് ജെയിംസ് വാർലിയുടെ വാദങ്ങൾ പൊളിഞ്ഞത്. അതുപോലെ ആ ഹെൽമെറ്റിനകത്ത് നിന്ന് ലഭിച്ച DNAയും ജെയിംസിന്റെ DNAയുമായി മാച്ചായി. അയാളുടെ ഫാംലാൻഡിൽ നിന്നും സിയറ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പായി. ഇനി അവളെ അയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കേസ് മുന്നോട്ട് പോകൂ. ജെയിംസ് ആണെങ്കിൽ ഒന്നും വെളിപ്പെടുത്താനും തയ്യാറല്ല. ഇതോടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള കഡാവർ ഡോഗ്സിനെ ജെയിംസിന്റെ ഫാംലാൻഡിലെത്തിച്ച് പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയ സ്ഥലത്തെല്ലാം കുഴിയെടുത്ത് പരിശോധിച്ചെങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല. ഈ സമയത്താണ് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു ഫാംലാൻഡിൽ നിന്നും ഒരു ഫാർമർ പോലീസിനെ വിളിച്ച് ഒരു കാര്യം വെളിപ്പെടുത്തിയത്. അയാളുടെ ചോളപ്പാടത്തിലേക്ക് ആരോ അതിക്രമിച്ചു കയറി കൃഷി നശിപ്പിച്ചിരിക്കുന്നു എന്നും പാടത്തിന് നടുക്കായി എന്തോ കുഴിച്ചിട്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നും പറഞ്ഞാണ് കോൾ വന്നത്. ഉടനെ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് അവിടെ കുഴിയെടുത്ത് പരിശോധിച്ചു. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും കണ്ടെത്തിയത് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയായിരുന്നു. 2016 ജൂലൈ 19 കാണാതായ സിയറയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതോടെ സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട് എന്നും ശ്വാസം മുട്ടിച്ചാണ് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നും വ്യക്തമായി. ജെയിംസ് വാർലി കുറ്റം സമ്മതിക്കാനോ കൊലപാതകത്തിന്റെ മോട്ടീവ് വെളിപ്പെടുത്താനോ ഇന്നേ വരെ തയ്യാറായിട്ടില്ലെങ്കിലും തെളിവുകളെല്ലാം തന്നെ അയാൾക്കെതിരായിരുന്നു. 2016 ഓഗസ്റ്റ് 16 ജെയിംസ് വാർലി അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും വിചാരണ പൂർത്തിയാക്കിയതിനു ശേഷം 2018 മാർച്ച് 28 കേസിൽ വിധി വന്നത്. ജെയിംസ് വാർലി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാൾക്ക് വധശിക്ഷയാണ് വിധിച്ചത്. 2025 മെയ് 20 ജെയിംസിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ. ഇന്ത്യൻ ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് 2.0 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.